തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. കുഞ്ഞാൽ സാഹിബിന്റെ ജില്ല മലപ്പുറമാണ്. ഞങ്ങളുടെ 2 ജില്ലയിൽ നിന്നുകൂടി 30 UDF MLA ഈ നിയമസഭയിൽ ഉണ്ടാവും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾക്ക് ആര് വേണം? ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. VD സതീശനെ വേണോ അതോ KC വേണുഗോപാലിനെ വേണോ? VD സതീശൻ മതി എന്ന് അഭിപ്രായമുള്ളവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം എത്ര ആളുകൾ വീഡിയോ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് അറിയാനാണ്. VD സതീശൻ മതി മുഖ്യമന്ത്രി, കേരളത്തിന്റെ CM എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് അറിയാനാണ്. അപ്പോൾ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക. VD സതീശൻ മതി എന്നുള്ളവർ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം, വീഡിയോ കാണുന്ന എല്ലാ ആളുകളും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാ ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക. വീഡിയോ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക. അപ്പം നമുക്കറിയാം VD സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ കേരളത്തിന് അടുത്ത 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം UDF എന്നൊരു പ്രസ്ഥാനം കേരളത്തിൽ നിന്ന് കാണത്തില്ല, കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുവാണെന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. VD സതീശൻ കഴിഞ്ഞ 5 വർഷം പിന്നോട്ടെടുക്കുമ്പോഴത്തേക്ക് VD സതീശൻ എന്നൊരു വ്യക്തി കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും പുള്ളി ഈ ഒരു പ്രസ്ഥാനത്തിനെ ഇത്രയും 102 സീറ്റുകളുമായി വമ്പിച്ച വിജയത്തിൽ എത്തിക്കാൻ വേണ്ടി പുള്ളി കഷ്ടപ്പെട്ടതെല്ലാം അരിയാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്നിട്ടും 63 സീറ്റുകൾ മേടിച്ച് MLA കസേരയിൽ കയറിയിരിക്കുന്ന MLA VD സതീശനിട്ട് പണിഞ്ഞത്, പുറവിലൂടെ ഇട്ട് പണിഞ്ഞതെല്ലാം നമ്മൾ കണ്ടതാണ്. യുവമാരൊന്നും വിചാരിച്ചില്ല ആ പേപ്പർ ലീക്കായി പുറത്തു വരുമെന്ന്. അപ്പം അതിനകത്ത് കണ്ട കാഴ്ചകൾ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ്. ജനങ്ങൾ നെഞ്ചിലേറ്റി നിന്നിരുന്ന MLA പോലും KCയെ പുറവിൽ നിന്ന് അടിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടതല്ലേ. പേരൊന്നും ഞാൻ പറയുന്നില്ല, ആളുകൾക്ക് അറിയാവുന്നതാണ് ആരൊക്കെയാണ് VDയെ പുറവിൽ നിന്ന് കട്ടപ്പ ചെയ്ത പരിപാടിയുണ്ടല്ലോ അത് ചെയ്തെന്ന്. അവരൊക്കെ ചെയ്തത് എന്തിനാണെന്ന് ഏതിനാണെന്ന് നല്ലതുപോലെ വ്യക്തമായി KC പിന്തുണച്ച് ആളുടെ. ഞാനൊരു കാര്യം പറയട്ടെ, എന്ത് തേങ്ങയ്ക്കാണ് KCയെ പിന്തുണയ്ക്കുന്നത്? KC എന്താണ് ചെയ്തത്? ഈ ഇലക്ഷന് ഒരു 10 വോട്ടെങ്കിലും ചോദിച്ച് KC ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഒരു 10 വോട്ട് ചോദിച്ച് MP ആണല്ലോ, വരട്ടെ, സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു 10 വോട്ട് ചോദിച്ചിട്ട് 10 വീടുകൾ കയറിയായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു KC നിങ്ങൾ ആയിക്കോ, കയറിയിരുന്നു. പക്ഷേ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോകാൻ അനുവദിക്കത്തില്ല. VD സതീശൻ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ VD സതീശൻ ആ കൂലി കൊടുത്തേ പറ്റൂ. ഇപ്പം മറുകണ്ഠം ചാടിപ്പോയ KCയെ പിന്തുണച്ച് MLA എവിടെ ചെന്നാലും MLA ഈ പറഞ്ഞ ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം മുട്ടി മടുത്ത് ജനങ്ങൾ എവിടെ പോയാലും പൊങ്കാലിടുവാണ്. മരണവീട്ടിൽ പൊങ്കാലിടുവാണ്, കല്യാണത്തിന് പോയാൽ പൊങ്കാലിടുവാണ്, മുടി വെട്ടാൻ പോയാൽ പൊങ്കാലിടുവാണ്, എന്തിനു വേണം മീൻ പേടിക്കാൻ പോയാൽ പോലും ജനങ്ങൾ പൊങ്കാലിടുവാൻ ചോദിക്കുവാണ്. നിങ്ങളൊക്കെ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നിങ്ങളൊക്കെ എന്ത് നാറിത്തരമാണ് കാണിച്ചത്? കൂടെ നിന്നിട്ട് കുതുകാലം വിട്ടുന്ന പരിപാടിയിലേക്ക് കാണിച്ചത്. ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം മുട്ടിയിട്ട് ഇപ്പോൾ MLA പറയുന്നത് എന്താണെന്നറിയാമോ? അത് AI ക്രിയേറ്റ് ചെയ്ത പിക്ചറാണ്, അത് AI വെച്ചിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ്. ഞങ്ങളെ പേരല്ല, ഞങ്ങളെ ഒപ്പല്ല, ഞങ്ങളെ അഭിപ്രായം ഞങ്ങൾ ഹൈക്കമാൻഡിന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പറ, നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ പറ. അത് AI ഫോട്ടോ ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അവിടെ ട്രാൻസ്പെറൻസി ആയിരിക്കണം. അവിടെ ഒന്നും എഴുതിയേക്കില്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങൾ പറയണം, നിങ്ങൾ ആരെ പിന്തുണയ്ക്കുന്നു. നിങ്ങൾക്ക് ഭൂരിപക്ഷം വോട്ട് മേടിച്ച് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള മുസ്ലിം ലീഗ് കണ്ടില്ലേ? മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യുന്ന VD സതീശനാണ്. മുസ്ലിം ലീഗും VD സതീശനും ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളൊക്കെ ഇന്ന് MLA കസേര കയറി ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നത്. അല്ലാതെ KC ഉള്ളതുകൊണ്ട് മാത്രമല്ല. KC വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ജനങ്ങൾ ജയിപ്പിക്കത്തില്ല. ജനാധിപത്യമാണ്, അതല്ലാതെ ഇത് രാജഭരണമൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, എന്തായാലും ഞാനിവിടെ മെഴുകുന്ന ഒരു MLA ഒരു വീഡിയോ വെച്ച് തരാം. അപ്പോൾ അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KM അഭിജിത്ത് MLA. പുള്ളി KCയെ പിന്തുണച്ചത് പുറത്തായ പേപ്പറിനകത്തെല്ലാം ഉള്ളതാണ്. അതിനകത്ത് പേരും വിവരങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ പുള്ളി എവിടെ ചെന്നാലും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾ പുള്ളിയെ സത്യത്തിൽ എയറിലോട്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെതിരെ പുള്ളി പറയുന്ന മറുപടിയുണ്ട്, അത് AI ക്രിയേറ്റഡ് ആണെന്ന്. എന്തല്ലേ ഉളുപ്പ് വേണം ചങ്ങാതി. നട്ടലെന്ന് പറയുന്ന സാധനം വേണം. ഞാനിവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടുപോക്കെ. പുള്ളി കിടന്നങ്ങോട്ട് മെഴുകുന്നത് പല ആളുകളും ചാനലിനകത്ത് കിടന്ന് മെഴുകുന്നത് നമ്മൾ കണ്ടതാണ്. സന്ദീപ് വാര്യർ മെഴുകുന്നത് കണ്ടതാണ്. സിദ്ദീഖ് മെഴുകുന്നത്. സിദ്ദീഖിനൊന്നും മുഖത്ത് ക്യാമറയിൽ നോക്കാൻ പോലും വയ്യ. കാരണം അത്രയ്ക്കും പുള്ളിക്കൊക്കെ അത്രയും ഇതായിപ്പോയി പുള്ളിക്ക്. കാരണം പുള്ളിക്കറിയാം ഞാൻ പറഞ്ഞിട്ടുള്ളത് കള്ളമാണെന്നും
കെ സിയെ പിന്തുണച്ചാണെന്നെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയെന്നെല്ലാം അറിയാവുന്നതുകൊണ്ട് ജനങ്ങളെ ഫേസ് ചെയ്യാൻ പോലും മടിയായിട്ടാണ് എനിക്ക് ആ ടി സിദ്ദീഖിൻ്റെ സംസാരം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ആ MLA മെഴുകൊക്കെ വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഉണ്ടാക്കി നാട്ടിലൊക്കെ പ്രചരിപ്പിച്ച് എല്ലാവരും മറുപടി കിട്ടുകയാണ്. ഇത് അറിയാൻ അത് ഇന്നത്തെ ആളുകളും തിരുത്തണമെന്ന് അഭ്യർത്ഥന നടത്തി. കേട്ടല്ലോ, നട്ടല്ലെന്ന് ഓരോ സാധനം വേണം ചങ്ങാതി. നിങ്ങളെ പേരും നിങ്ങൾ ആരെ പിന്തുണച്ചെല്ലാം ആ പേപ്പറിനകത്തുണ്ട്. അത് ക്രിയേറ്റഡ് ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അത് ക്രിയേറ്റഡ് ആണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായിട്ട് പറ. വോട്ട് നിങ്ങൾക്കൊക്കെ ധൈര്യമുണ്ടോ? ഒന്നും കൂടെ ജനങ്ങളുടെ വിധി മാനിക്കാനെ കൊണ്ട് ജനാധിപത്യപരമായിട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് മത്സരിക്കാൻ തയ്യാറാണോ നിൽക്കാൻ തയ്യാറാണോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കും. നട്ടലുണ്ടെങ്കിൽ തുറന്നു പറ. നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? ഞാൻ കെ സിയെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ കെ സി എന്ന് പറ. കേരളത്തിലെ ഒന്നടങ്കം 99% ആളുകളും, ബാക്കി 1% ഈ പറയുന്ന MLA ആണ്. 99% ആളുകളും പിന്തുണയ്ക്കുന്നത് VD സതീശനെയാണ്. അതാദ്യം മനസ്സിലാക്കി. ഇപ്പം ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി. പണി പാളും, അടുത്ത 5 കൊല്ലം കഴിഞ്ഞ് എന്നെ എടുത്ത് വെളിയിൽ കളയുമെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഓരോ MLA-മാരും സ്റ്റാൻഡ് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാനിനി ഇവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മലബാറും കോഴിക്കോട് മലബാറും ഈ എറണാകുളം ഒക്കെ ഉണ്ടല്ലോ, UDF വൻപിച്ച വിജയത്തോടുകൂടി ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം കൊണ്ട് മാത്രമാണ്. മുസ്ലിം ലീഗിലെ പ്രവർത്തകരുടെ കടുത്ത ഈ പറഞ്ഞിട്ടുള്ള പ്രകടനവും പ്രചരണവും അവരുടെ ഒരു ഈ പറഞ്ഞിട്ടുള്ള സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് UDF അത്രയും വിജയം അവിടെ നേടാൻ സാധിച്ചത്. അവരുടെ കഷ്ടപ്പാട് കൊണ്ട്. എന്നിട്ട് അവസാനം അവരെ വരെ തള്ളിപ്പറയുന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് അല്ലേ. കുഴൽനാടൻ പറഞ്ഞതൊന്നും നമുക്കത് മറക്കാൻ പറ്റത്തില്ല. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് വലിച്ചു എറിയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മളവിടെ കണ്ടത്. മുസ്ലിം ലീഗിൻ്റെ പിന്തുണ എന്ന് വെച്ചാൽ വലിയ പിന്തുണ തന്നെ. ഈ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിം ലീഗിൻ്റെയും കൂടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ VD സതീശിൻ്റെയും ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് UDF 102 സീറ്റുമായിട്ട് UDF വിജയിച്ച് മുമ്പിൽ കയറി വന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അത്രയും ഈ പറഞ്ഞിട്ടുള്ള KC വേണുഗോപാൽ ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള വേറെ ആരായിക്കോട്ടെ, ഈ എത്ര ആളുകൾ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഓരോ ദിവസങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഷാഫി പറമ്പിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പറയുന്ന എത്ര ആളുകൾ VD സതീശനെ പിന്തുണച്ചുകൊണ്ട് VD സതീശൻ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന സണ്ണി ജോസഫ് എവിടെയെങ്കിലും കയറിയിരുന്ന് കുറച്ച് മാധ്യമങ്ങൾക്ക് കുറച്ച് ബൈറ്റിട്ട് കൊടുത്തെന്ന് പറഞ്ഞത് പ്രവർത്തനമാകത്തില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം അല്ലേ. ഓക്കെ, ഇനി ഞാനിവിടെ VD സതീശൻ്റെ ഒരു സ്പീച്ച് വെച്ച് തരാം. അത് നിങ്ങളൊന്ന് കേട്ട് നോക്കേ. ഞാൻ കുഞ്ഞാലി സാഹിബിനോട് പറഞ്ഞു, എറണാകുളത്ത് ഞങ്ങൾ 14 വാങ്ങിക്കും. അപ്പൊ കുഞ്ഞാലി സാഹിബാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, നമുക്ക് മലപ്പുറത്ത് 16 മേടിക്കും. അപ്പൊ എറണാകുളം എന്റെ ജില്ലയും കുഞ്ഞാലി സാഹിബിന്റെ ജില്ല മലപ്പുറവുമാണ്. ഞങ്ങളുടെ 2 ജില്ലയിൽ നിന്നും കൂടി 30 UDF MLA-മാർ ഈ നിയമസഭയിൽ ഉണ്ടാവും. അതാ എനിക്ക് കൂട്ടായിട്ടുള്ള എന്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷം, അഭിമാനം, മലപ്പുറത്തിന്റെ അഭിമാനമുയർത്തുന്ന ഭൂരിപക്ഷം അദ്ദേഹത്തിന് സമ്മാനിക്കണം എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. കേട്ടല്ലോ, ഇവരെ ഈ ബോണ്ടിങ് VD സതീശിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയൊക്കെ ഇവരെയൊക്കെ ബോണ്ടിങ് ഉണ്ടല്ലോ, അത് ഈ 102 സീറ്റിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അവരെ ആ ബോണ്ടിങ് കൊണ്ട് മാത്രമാണ്. അതിനെ വിമർശിക്കുന്നവരൊന്ന് ഓർക്കുക, ഈ മുസ്ലിം ലീഗും അതുപോലെ VD സതീശനും ഇല്ലായിരുന്നെങ്കിൽ, പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവരെ ഈ പ്രവർത്തനങ്ങളും ഇവരെ ഈ സപ്പോർട്ടും ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് 102 സീറ്റ് UDF കിട്ടത്തില്ലായിരുന്നു. അത് നിങ്ങൾ എഴുതി വെച്ചു. ഇനി ഞാനിവിടെ സത്യം പറഞ്ഞാൽ KC വേണുഗോപാൽ എന്തോന്നാണ് ഈ കാണിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ മനുഷ്യനോട് കുറച്ച് ബഹുമാനവും കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, സത്യം പറയുകയാണ്, ഉണ്ടായിരുന്നു. പക്ഷേ ഇയാൾ അത് കളഞ്ഞു പിടിച്ചു എന്നാണെങ്കിലും പറയാം.
അത് കളഞ്ഞു വിളിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എനിക്ക് മുഖ്യമന്ത്രി കച്ചേരിക്ക് എനിക്ക് ഒട്ടും താല്പര്യമില്ല, അത് ആര് വേണമെങ്കിലും എടുത്തോട്ടെ, ഞാൻ അടിപിടി കൂടത്തില്ല, ഞാൻ എൻ്റേതായ എല്ലാ സഹായവും ഈ പ്രസ്ഥാനത്തിനും വേണ്ടിയിട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ റൂട്ട് മാറ്റി അങ്ങോട്ട് ചാടുന്നതാണ് നമ്മൾ കണ്ടതല്ലേ. ഞാൻ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ചുതരാം, അതും കൂടെ ഒന്ന് കണ്ടുപോകേ. ഒരു വ്യക്തി പേരൊന്നും എനിക്കറിയത്തില്ല, പുള്ളി ട്രോളെന്ന് എന്തായാലും ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടുപോകും. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. എന്താണ് മത്സരിക്കുന്നവരല്ല, മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു, അവരെ ജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങാൻ. ഞാൻ നേരത്തെ ഒരു വീഡിയോയില് ഇയാൾക്ക് ഉളുപ്പുണ്ടോ നാണം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. എനിക്ക് മനസ്സിലായി, ഈ പറയുന്ന കേട്ടപ്പോൾ മനസ്സിലായി, ഉളുപ്പ് നാണം മാത്രമല്ല ബോധവും ഇല്ല, ഒരു നെറിയില്ല എന്ന് മനസ്സിലായി. നിങ്ങൾ എന്താ പറയണമെന്ന് കേട്ടു നോക്കില്ലേ? മത്സരിക്കുന്നവർ മത്സരിച്ചോട്ടെ, അവർ ജയിച്ചോട്ടെ, പക്ഷെ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ ആരാണെന്ന് ഞങ്ങൾ വേറെ തീരുമാനിക്കും. പിന്നെ എന്തിനാ അവരെ മനസ്സിലാപ്പിക്കണ? എന്തായി പറയണത്? കേരളത്തിലെ ജനങ്ങളെ മൊത്തം മണ്ടന്മാരാക്കുകയാണ് ഇയാള്. അങ്ങനെ പണിയെടുക്കാതെ കൂലി മേടിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. VD സതീശൻ തന്നെയാണ് അതിന് അർഹതപ്പെട്ട ആള്. VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവണം, അല്ലെങ്കിൽ 5 കൊല്ലം ഡെമ്മിയെ പിടിച്ച് കസേരയിൽ ഇരുത്തിയ ആ ഒരു രീതിയിൽ ജനങ്ങൾ കാണത്തുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. ജനങ്ങളുടെ മനസ്സിൽ VD തന്നെയാണ് മുഖ്യമന്ത്രി. ഇവിടെ ഞാനൊരു കാര്യം ചിന്തിക്കുകയാണ്. ആമസോൺ കാർഡിൽ കാണുന്ന ഒരുതരം ഓന്തുണ്ട്, പെട്ടെന്ന് നിറം മാറിപ്പോവും, പെട്ടെന്ന് നിറം മാറും. അതിൻ്റെ പേരെനിക്കറിയത്തില്ല. അത് എവിടെ ചെന്നിരിക്കുന്നു, ആ വസ്തുവിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ നിറം മാറിയിരിക്കും. ആ ഓന്തിന് വരെയാണ് തോപ്പിച്ച് കളഞ്ഞത്. സമ്മതിച്ചേ പറ്റൂ, കേസി സമ്മതിച്ചു. നിങ്ങൾ ആ ഓന്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ഞാനിവിടെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ്റെ ഒരു ബൈറ്റ് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇത്രയും കാലം ഈ സംഘടനയെ നയിച്ചു കൊണ്ടുപോയ, കോൺഗ്രസിനെ UDF-നെ ഒറ്റക്കെട്ടായി നയിച്ചു കൊണ്ടുപോയ സതീശൻ ഇപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വേണ്ട എന്ന് പറയുമ്പോൾ അതിനുള്ള വികാരമാണ് ജനങ്ങൾ കണ്ടത്. പാർട്ടി പറഞ്ഞേക്കുന്നത് ഈ പ്രതിഷേധമോ അനുഭവ പ്രകടനവും നടത്തരുമെന്നല്ലേ? നിങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകരാണോ? ഞാൻ ഒരു മുസ്ലിം ലീഗുകാരനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സതീശൻ വരണം എന്നുള്ളതാണ് ആഗ്രഹം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവർത്തകൻ എന്നുള്ള ആൾക്ക് ലീഗിന്റെ പ്രവർത്തകനാണ്. ലീഗുകാർക്കും സതീശൻ വരണമെന്നാണ്. എന്താ അങ്ങനെ ഒരു ആഗ്രഹം വരാൻ? എന്താ അങ്ങനെ വരാൻ ആഗ്രഹം? ഇതിനെ നയിച്ചു കൊണ്ടുവരുന്നത് സതീശനായിരുന്നു ഇത്രയും കാലം പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആൾക്ക്. ആ പ്രതിപക്ഷ നേതാവിന് ആണ് ഇത് കൊടുക്കേണ്ടതെന്നാണ് എന്റെ സ്വന്തം അഭിപ്രായം. ഈ KC വേണു ഒരു വലിയ നേതാവല്ലേ? ഈ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധേയമായ രാഹുൽ ഗാന്ധിയുടെ അടുത്തിരിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നല്ലൊരു MP സ്ഥാനം കൊടുത്തിട്ടുണ്ടല്ലോ. ആ MP സ്ഥാനം മതിയല്ലോ. MP MLA ആവേണ്ടതില്ലല്ലോ. MP അവിടുന്ന് മേലോട്ട് പോകാനല്ലോ ഉണ്ട്, താവോട്ട് വരികയല്ലോ ഉണ്ട്. ഇത്രയും കാലം ഈ സംഘടനയെ നയിച്ചു കൊണ്ടുപോയ ഇതൊന്നും ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഇത് എനിക്ക് മുഖ്യമന്ത്രി ആയി ആ കസേരയിൽ കയറിയിരുന്ന് നാളെ വരുന്ന തലമുറയ്ക്ക് പറയണം, KC വേണുഗോപാൽ ഇന്ന ഇയറിൽ 102 സീറ്റ് മേടിച്ച് ഭൂരിപക്ഷത്തോടു കൂടി മേടിച്ച് മുഖ്യമന്ത്രി ആയ വ്യക്തിയാണെന്ന് പറയണം, ചരിത്രത്തിൽ അടയാളപ്പെടുത്തണം. അതാണ് ഇവർക്കൊക്കെ വേണ്ടത്. VD സതീശനെ മുമ്പിൽ നിർത്തി കളിച്ചിട്ട് ലാസ്റ്റ് ഉണ്ടല്ലോ, അയാളെ വെച്ച് അയാളെ ചോര ഊറ്റി കുടിക്കുന്ന രീതിയിൽ എല്ലാ പരിപാടിയും ചെയ്ത് അയാളെ മുമ്പിൽ നിർത്തി ഈ പ്രചരണവും ഈ പറഞ്ഞിട്ടുള്ള ഈ ഭരണപക്ഷത്തിൻ്റെ തെറിവിളിയും സൈബർ അറ്റാക്കും എല്ലാം കേൾപ്പിച്ച് കൊടുത്തതിന് ശേഷം അവസാനം 5 കൊല്ലം കഴിഞ്ഞ് UDF 102 സീറ്റുമായിട്ട് വൻപിച്ച വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങാരെ എടുത്തിട്ടുണ്ടല്ലോ, ഇല്ല കറിയിൽ വീണ കിടക്കുന്നില്ല ഈച്ചയെ പോലെ എടുത്ത് പുറത്ത് കളയാണ് ചെയ്തത്. എന്ത് ഹൈക്കമാൻഡാണ്? ഈ ഹൈക്കമാൻഡ് ഇതൊന്നും ജനങ്ങളെ ഇതൊന്നും കാണുന്നില്ലേ? എന്തോന്ന് ഹൈക്കമാൻഡാണ്? ഇപ്പം ഇവരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? അത് സോഷ്യൽ മീഡിയ എന്ത് വേണമെങ്കിലും പറയാലോ എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ജനങ്ങൾ ഒന്നടങ്കം നിങ്ങളെ കാണാൻ വന്നു കഴിഞ്ഞാൽ സമ്മതിക്കൂ. ജനങ്ങളെ അഭിപ്രായങ്ങളും ജനങ്ങളെ വികാരങ്ങളും നേരിട്ട് പ്രകടിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ആ ഏഴ് അയലത്ത് നിങ്ങൾ കേട്ടത്തില്ല. മനസ്സിലായോ? ജനങ്ങളെ അടുപ്പിക്കത്തില്ല. എന്നാൽ ജനങ്ങൾക്ക് ആകെയുള്ള ആശ്വാസം സാധാരണ അങ്ങ് പണക്കാരൻ, ഈ പറഞ്ഞിട്ടുള്ള പണക്കാരൻ തൊട്ട് താഴെ കിടക്കുന്ന സാധാരണക്കാർക്ക് വരെ ഇവരുമായിട്ട് സംവദിക്കാനും ഇവരുമായിട്ട് സംസാരിക്കാനും അഭിപ്രായം പറയാനും ഉള്ളൊരു ഒറ്റൊരു സംഭവമാണ് മൊബൈൽ ഫോണിലൂടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും കമൻ്റ് ഇടാനും നമ്മളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും വിമർശിക്കാനും
നമ്മളെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ളൊരു മേഖലയാണ് സോഷ്യൽ മീഡിയ. ആ സോഷ്യൽ മീഡിയയിലൂടെ സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ കമൻ്റായിട്ട് നിങ്ങൾ ആ രാഹുൽ ഗാന്ധിയുടെ പ്രൊഫൈലെടുത്ത് നോക്കിയേ, എത്ര അങ്ങാരിടുന്ന ഓരോ പോസ്റ്റിൻ്റെ അടിയിലും വി ഡി സതീശനെ CM ആയി കിട്ടണം, വി ഡി സതീശൻ മതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് അയാളിടുന്ന എല്ലാ പോസ്റ്റിൻ്റെ അടിയിലും ഓരോ മലയാളികളും ചെന്ന് കമൻറ്റ് ഇട്ടേക്കുന്ന 10,000, 20,000, 30,000 ലക്ഷക്കണക്കിന് കമൻറ്റുകളിടുന്ന കമൻറ്റ് ഇട്ടേക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ജനങ്ങളുടെ വികാരമാണ്. ജനങ്ങൾക്ക് വേറെ ഓപ്ഷനില്ല, സോഷ്യൽ മീഡിയ ഉള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കുരു പൊട്ടിയിട്ടുണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയ ആണല്ലോ, അത് അവർ എന്ത് വേണേലും പറയുമല്ലോ എന്നുള്ളൊരു ചിന്താഗതിയും കൊണ്ട് നടക്കാതെ ജനങ്ങൾ എന്താണോ പറയുന്നത് അത് സാധിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ 5 കൊല്ലമേ ഉള്ളൂ, ഇവിടെ അൺലിമിറ്റഡ് ഭരണമൊന്നുമല്ല. 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ജനങ്ങൾ ആണ്ടെ പിണറായി വിജയനെ എടുത്ത് കളഞ്ഞല്ലോ. ഇനി ഇതുപോലെ ജനങ്ങൾക്ക് കുമ്പിട്ട് നിൽക്കാൻ വയ്യ, മടുത്തു പണ്ടാരം അടങ്ങിയിട്ടാണ് ജനങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതേ അവസ്ഥ വരരുത്. 102 സീറ്റിൻ്റെ വിജയം വെറും 2 ദിവസം കൊണ്ട് ഇവർ നശിപ്പിച്ച് കളഞ്ഞല്ലേ. എന്തുവാടെ ഇതൊക്കെ, സത്യം പറഞ്ഞുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്തേരെ, ഹൈപ്പ് ചെയ്തേരെ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.